ഇന്ന് നമുക്ക് നെത്തോലി പീര പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മീനിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ചിലയിടത്ത് കൊഴുവയെന്ന് പറയും, ചിലയിടത്ത് ചൂടയെന്ന് പറയും. ഇത് നമുക്ക് ഏത് ചെറിയ മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമാങ്ങ 1/2 കപ്പ്, ചെറിയ ഉള്ളി 1/2 കപ്പ്, പച്ചമുളക് 10 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കുടംപുളി 1/2 മുറി, വെള്ളം 3 കപ്പ്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇതിനു വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. എപ്പോഴും മീൻകറി മൺചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. മൺചട്ടി ഇല്ലെങ്കിൽ സാധാ പാത്രത്തിൽ വെച്ചാലും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചിരകി മാത്രമേ എടുത്തിട്ടുള്ളൂ, മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ല. ചെറുതായിട്ട് ചിരകിയ തേങ്ങയാണ്. ഇപ്പം നീളത്തിൽ കിടക്കുകയാണെങ്കിൽ തോരന് അരയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. കൂടുതൽ അരഞ്ഞു പോകാതെ നോക്കണം. ഇനി 1/2 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തോലോട് കൂടിയാണ് മാങ്ങ ചേർക്കുന്നത്. തോലിന് കയ്പുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചേർത്താൽ മതി. പിന്നെ മാങ്ങ ചേർക്കുമ്പോൾ പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് നോക്കിയിട്ട് അളവ് കുറച്ചോ കൂട്ടിയോ ചേർക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, സവാള ചേർക്കരുത്. ഇനി 8 10 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കുറയ്ക്കുകയും ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർക്കേണ്ടത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർക്കണം. ഇതെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കാം. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി കളർ കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നല്ല കളറുണ്ട്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇത് തിളച്ച് വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1/2 മുറി കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നിങ്ങൾക്ക് ഇത് ഇടണമെന്നില്ല, ഓപ്ഷനിലാണ്. മാങ്ങ ചേർത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നെത്തോലി ചേർത്ത് കൊടുക്കുക. 500 ഗ്രാം നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും മീൻ പൊടിഞ്ഞു പോവാതെ ഇളക്കണം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, വേറെ എണ്ണ ചേർക്കരുത്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടി നോക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. കാരണം ഈ വെള്ളമൊക്കെ വറ്റി വരണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വറ്റാനുണ്ട്. ഇത് ശരിയായി വരുമ്പോൾ തോരൻ പോലെയാണ് ഇരിക്കേണ്ടത്, വെള്ളം കാണാൻ പാടില്ല. അപ്പം മൊത്തം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. വെള്ളം എല്ലാം വറ്റി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു.
ഇത് നമുക്ക് പെട്ടെന്ന് വെച്ചെടുക്കാം. നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട പാടൊന്നുമില്ല. ഇതിന് പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ചേരുമ്പോഴുള്ള പ്രത്യേകതരം ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.